ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ അല്ലെങ്കിൽ കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്നെന്താ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ സാധാരണ ഫങ്ഷൻസിന് എങ്ങനെയാണ് എഴുതുന്നത്? എഫ് ഓഫ് ഇസഡ് പോട്ടെ, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന് നമുക്ക് എഴുതാം. ഒരു ഫങ്ഷൻസാണ് നമ്മളിങ്ങനെയാണല്ലോ എഴുതാറുള്ളൂ. അപ്പം ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായിട്ട് എഴുതും. എക്സ്പ്ലിസിറ്റായിട്ട് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. നമ്മൾ ഡൊമൈനിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആൾ, അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇൻപുട്ട് എടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. ഈ ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് ഉണ്ടാകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണ്? കോഡൊമൈനിലായിരിക്കും നമുക്ക് ഈ ഔട്ട്പുട്ട് വാല്യൂ ഉണ്ടാകുക. ഇത് നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് എഴുതുക എന്ന് വെച്ച് ഉദ്ദേശിച്ചാൽ നമ്മൾ ഇതിനെ ഇസഡ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതും. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എങ്ങനെ എഴുതും വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതും. നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്. ഈ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാവും. അതിൻ്റെ ബേസിൽ നമ്മളിതിനെ ഒരു യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ബി എക്സ് വൈ എന്ന് എഴുതും. മനസ്സിലായി? അപ്പോൾ എന്താ ചെയ്യുക? ഇൻപുട്ടിനെ നമ്മൾ ഒരു കോംപ്ലക്സിൻ്റെ ഫോമിൽ എഴുതും, ഔട്ട്പുട്ടിനെയും നമ്മൾ എങ്ങനെ എഴുതും? ഒരു കോംപ്ലക്സ് ഫോമിൽ എഴുതും. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഡബ്ല്യു ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഇതൊരു ഫംഗ്ഷനാണല്ലോ. ഈ ഫംഗ്ഷനെ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും കണ്ടുപിടിക്കാം, ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാം. ഈ ഫംഗ്ഷൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസഡിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇസഡ് സ്ക്വയർ എന്നുള്ളത് എന്ത് വരും? എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ എന്ന് വരും. ഈ എക്സ് പ്ലസ് ഐ വൈ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യും? എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ എന്ന് എഴുതാം. കണ്ടോ? അപ്പം ഈ ഇസഡ് സ്ക്വയർ, അതായത് ഡബ്ല്യു ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ എന്നും. ഇതിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതിന് നമുക്കൊരു യു എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടുത്തെ യു കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ റിയൽ പാർട്ട്. ഇവിടെ ടു എക്സ് വൈ ഉണ്ടല്ലോ, അതിന് നമുക്ക് വി എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഏത്? ഇമാജിനറി പാർട്ട്. പിടിയോ? അപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഇസഡ് സ്ക്വയറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? ഒരു യുവും പ്ലസ് ഐ വി എന്നുള്ള ഫോമിൽ എഴുതി. യു എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഏത്? ടു എക്സ് വൈ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനെ ഒരു യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ നമുക്ക് എഴുതാം. മനസ്സിലായോ? ഒന്നുമില്ല. യു എന്ന് പറയുന്നത് ഇതാണല്ലോ. യു ബേസിക്കലി എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വെറുതെ യു എന്ന് എഴുതുന്നതിന് പകരം യു ഓഫ് എക്സ് വൈ എന്ന് എഴുതി. വി എന്ന് പറയുന്നതും എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് വെറുതെ വി എന്ന് എഴുതുന്നതിന് നമ്മൾ അതിന് എന്ത് എഴുതി? വി ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? ഇൻ ജനറൽ ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷനെയും, എനി കോംപ്ലക്സ് ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡിനെയും നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇനി തൊട്ട് ഒരു യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ബി എക്സ് വൈ എന്നുള്ള ഫോമിൽ നമ്മൾ ഇനി തൊട്ട് എഴുതും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇതിൻ്റെ എസൻസ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, മെയിൻ പോയിന്റ് ഇതാണ്. അപ്പം ഏതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനെയും ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡിനെയും നമുക്ക് എങ്ങനെ എഴുതാം? ഒരു യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ എന്ന് എഴുതാം. ഇതിൻ്റെ യു എക്സ് വൈയെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? റിയൽ പാർട്ട് ഓഫ് എഫ്. ഇതിന് നമുക്ക്
റിയൽ പാർട്ട് ഓഫ് എഫ് എന്ന് വിളിക്കാം. ഈ വി എക്സ് വൈയെ നമുക്ക് എന്ത് വിളിക്കാം അങ്ങനെയാണെങ്കിൽ നാച്ചുറലി ഇമാജിനറി പാർട്ട് ഓഫ് എഫ് എന്നും വിളിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ 2. എക്സാമ്പിൾ 2 ആണ് നമ്മൾ നോക്കാൻ പോണത്. എക്സാമ്പിൾ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ തരും. അതിൻ്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കണം, ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണം ഫംഗ്ഷൻ്റെ. അപ്പോൾ ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് 2 + i ഇൻറ്റു ഇസഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊസീജിയർ എന്താ? ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇസഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇസഡ് കിടന്നിടത്തെല്ലാം എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ മൈനസ് എന്ത് വരും? 2 + i ഇൻറ്റു ഇസഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിനങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ നമുക്കറിയാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ സ്റ്റെപ്പ് ഞാനങ്ങ് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ മൈനസ് വൈ സ്ക്വയർ. ഇത്രയായിരിക്കും നമുക്ക് റിയൽ പാർട്ട് ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം ഈ എക്സ് പ്ലസ് ഐ വൈ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം അവിടുന്ന് എക്സ് സ്ക്വയറും ഉണ്ടാവും മൈനസ് വൈ സ്ക്വയറും ഉണ്ടാവും. ഓക്കെ, ആ ടേം. പിന്നെ ഇവിടെ ഈ 2ഉം ഈ എക്സും തമ്മിൽ ഗുണിക്കുന്നു, അപ്പോൾ ഒരു മൈനസ് 2x ഉണ്ടാകും. അതുപോലെ ഈ ഐയും ഇവിടുത്തെ ഐ വൈയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇത്രയും ടേം നമുക്കുണ്ടാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുള്ളൂ. ഇത്ര റിയൽ പാർട്ട് കിട്ടും. ഇനി ബാക്കി ഐയുടെ കോഎഫിഷ്യൻ്റായിട്ട് വരാൻ പോകുന്ന ടേം എന്ന് വെച്ചാൽ 2xy മൈനസ് എക്സ്. ഓക്കെ, ഇത്രയും വരും. റെഡിയോ? അപ്പം ഇതാണ് നമ്മുടെ ഏത് UXY, നമ്മുടെ റിയൽ പാർട്ട്. ഐ ഒഴിച്ചുള്ള ഇവിടെ വരുന്ന ടേം, ഐ ഒഴിച്ചുള്ള ഈ ടേം, ഇതാണ് നമ്മുടെ എന്ത് VXY. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഒരു കണക്കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത കണക്ക് ഇതാണ്, G ഓഫ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ 2 റിയൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോണേ? ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, അതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് ഐ വൈ 2 റിയൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ബേസിക്കലി ആരാണ്? അത് നമ്മുടെ എക്സ് തന്നെയാണ് അല്ലേ? റിയൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വെച്ചാൽ എക്സ് ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എക്സും 2xും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x ഐ വൈ. പിടിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. നമ്മുടെ ഇവിടെ റിയൽ പാർട്ടായിട്ട് വരുന്ന UXY ആയിട്ട് വരാൻ പോണത് ആരായിരിക്കും? 3x. നമ്മുടെ VXY ആയിട്ട് വരാൻ പോകുന്ന ആരായിരിക്കും? y. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷനാണ്. എന്താണ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ? അപ്പോൾ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് അടുത്ത്. കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇത്രേ ഉള്ളൂ. നമ്മുടെ e⁻z ഇല്ലേ, അതായത് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. നിങ്ങൾ സാധാരണ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാ നമ്മൾ സാധാരണ പഠിക്കുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ് e⁻x. e⁻xനെ പിന്നെ നിങ്ങൾ പഠിക്കാറില്ലേ? അവിടെ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? e⁻z പറ്റിയാണ്. e⁻z എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇസഡിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? e⁻x ഇൻറ്റു e⁻i y. കാരണം e⁻z1 പ്ലസ് z2 വെച്ചാൽ e⁻z1 ഇൻറ്റു e⁻z2. അപ്പോൾ ഈ രീതിയിൽ എഴുതാം. ഇതിനെ നമുക്ക് എന്ന് എഴുതാം? e⁻i y നമുക്ക് എന്ത് എഴുതാം? cos y പ്ലസ് i sin y അല്ലേ? ഇതാണ് e⁻i θ നമ്മൾ പഠിച്ചത്. ഏതാ? cos θ പ്ലസ് i sin θ.
സോ ഈ ഇ റൈസ് ടു എക്സ് അകത്തോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റൈസ് ടു എക്സ് സൈൻ വൈ നമുക്ക് എഴുതാം. അപ്പം ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ, ഇതാണ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് യു എക്സ് വൈ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ഇ റൈസ് ടു എക്സ് കോസ് വൈ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ട് വി എക്സ് വൈ ആരാന്ന് ചോദിച്ചാൽ എന്ത് വരും? ഇ റൈസ് ടു എക്സ് സൈൻ വൈ. നമ്മൾ ഐ പറയാറില്ല, ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതെപ്പോഴും കാണാൻ പഠിക്കുന്ന സാധനമാണ്. ഏതാ? ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഈ ക്വാണ്ടിറ്റി ഏതാ? ഇ റൈസ് ടു ഇസഡ് ഈക്വൽ ടു, ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റാ. ഓക്കെ, എപ്പോഴും ഓർത്തിരിക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് ഒരു കണക്ട് ചെയ്യാം. നമ്മളോട് പറയാണ് ചിലപ്പോൾ വാല്യൂസ് ഓഫ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പരീക്ഷിക്കുക. അതായത് ഫൈൻഡ് വാല്യൂസ് ഓഫ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു ഇസഡ് അറ്റ് ദ പോയിന്റ് ഇസഡ് ഈക്വൽ ടു 0. അതായത് ഇ റൈസ് ടു ഇസഡ് കണ്ടുപിടിക്കാൻ പറയും. അറ്റ് എവിടെ? ഇസഡ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പം നമ്മളിതിനെ എങ്ങനെയാണ് എഴുതാറ്? ഇസഡ് ഈക്വൽ ടു 0 ആണ്. അപ്പം ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും എന്ത് തന്നെയാണ്? 0 ആണ്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇ റൈസ് ടു ഇസഡ് എന്ന് വെച്ചാൽ, വേണം ഒന്നുകൂടെ എഴുതാം. നമുക്കറിയാം ഇ റൈസ് ടു ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ ഇ റൈസ് ടു 0, എക്സ് എന്ന് വെച്ചാൽ 0 അപ്പോൾ ഈ വൈയും 0, അപ്പം ഇ റൈസ് ടു 0 കോസ് 0 പ്ലസ് ഐ ഇ റൈസ് ടു 0 സൈൻ 0. ഓക്കെ, നിങ്ങൾക്കറിയാം ഇ റൈസ് ടു 0 എത്രയാണ്? അത് റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇ റൈസ് ടു 0 എത്രയാണ്? 1. കോസ് 0 എത്രയാണ്? 1. ഐ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 എത്രയാണ്? 1. സൈൻ 0 എത്രയാണ്? 0. സോ ഈ ടൈം മൊത്തത്തിൽ 0 ആയിപ്പോൾ മിച്ചം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇ റൈസ് ടു 0 എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നമ്മൾ റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, ഇ റൈസ് ടു 0യുടെ വില എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു കണക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ ഫൈൻഡ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എത്ര? ഇസഡ് ഈക്വൽ ടു ഐ. ഓക്കെ, ഇസഡ് ഈക്വൽ ടു ഐ ആകുമ്പോൾ ഇവിടെ നമ്മുടെ എക്സ് എത്രയാണ്? റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ഓക്കെ, നമ്മളപ്പം ഈ കേസിലപ്പം നമ്മൾ എങ്ങനെയായിരിക്കും? ഇ റൈസ് ടു ഐ, നമ്മുടെ എഗെയിൻ ഡെഫിനിഷൻ പ്രകാരം നമ്മളപ്പോൾ എന്ത് എഴുതും? ഇ റൈസ് ടു എക്സ്, അപ്പം ഇ റൈസ് ടു 0 കോസ് വൈ, അപ്പം കോസ് വൈ എഞ്ചിലൂടെ വരാം കോസ് 1 ഐ ഇ റൈസ് ടു എക്സ് എത്ര? സൈൻ വൈ. ഓക്കെ, ഇ റൈസ് ടു 0 1 ആണ്. കോസ് 1 എന്ന് തന്നെ കൊടുക്കാം. ഐ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 എത്രയാണ്? 1. സോറി, ഇ റൈസ് ടു 0 1. ഇതിന് നമ്മൾക്ക് സൈൻ 1. അപ്പോൾ ഇത് ഇത്ര എഴുതി നിർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? കോസ് 1 പ്ലസ് ഐ സൈൻ 1 എന്ന് എഴുതി നിർത്താം. ഇനി വേണം ഒരു കണക്കൂടെ ചെയ്യാം. ഇസഡ് ആയിട്ട് ഇ റൈസ് ടു ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു 2 പ്ലസ് പൈ ഐ. 2 പ്ലസ് പൈ ഐ എന്ന് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ എക്സ് എത്രയാണ്? 2 ആണ്. വൈ എത്രയാണ്? പൈ ആണ്. ഓക്കെ, അപ്പം ഇ റൈസ് ടു 2 പ്ലസ് പൈ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ സൈൻ പൈ. മനസ്സിലായേ? കോസ് പൈയുടെ വാല്യൂ എത്രയാണ്? കോസ് പൈ -1 അല്ലേ? അപ്പം കോസ് പൈ -1 ആയതുകൊണ്ട് ഇത് മൈനസ് ടി സ്ക്വയർ പ്ലസ് സൈൻ പൈ എത്രയാണ്? 0. സൈൻ പൈ 0 ആയതുകൊണ്ട് ഈ ടൈം മൊത്തത്തിൽ അങ്ങ് എന്തായി പോവും? 0 ആയി പോവും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? -c². ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണക്കുകൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളാർ ഫോം അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും.
നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പോളാർ ഫോം എന്ന് പറഞ്ഞ് നമ്മൾ. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടത് എക്സ്പൊണൻഷ്യൽ ഫോം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മളിവിടെ പഠിക്കുമ്പോൾ ടോപ്പിക് ഇതാണ്, എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്, എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒന്നുമില്ല, ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് എക്സ്പൊണൻഷ്യൽ ഫോമാണ്. കാരണം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആ എക്സ്പൊണൻഷ്യലിൻ്റെ ടേം ആണ്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? ആ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 3i, ഓക്കെ, 3i എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ കണക്ക് പോളാർ ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതാറ്? നമ്മൾ ഇത് പഠിച്ച ടോപ്പിക് കേട്ടോ ഇപ്പോൾ എഴുതുന്നത്. ഇതിന് നമുക്ക് എന്ത് എഴുതും? ഐ ആയതുകൊണ്ട് ഇതാ ഇവിടെ വരുന്നത്, ഇവിടെ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? π/2. ഓക്കെ, അപ്പോൾ ഇതിനെ 3 cos π/2 പ്ലസ് ഐ സൈൻ π/2 നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എഴുതുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എഴുതുകയാണെങ്കിൽ cos π/2 പ്ലസ് ഐ സൈൻ π/2നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? ഇ റൈസ് ടു ഐ π/2. ഓക്കെ, മനസ്സിലായോ? കാരണം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഇത് മറക്കരുത് കേട്ടോ. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നമ്മൾ പഠിച്ചതാണ്. അപ്പം നോക്കിയാൽ 3i എന്ന് എഴുതുന്നതിന് പകരം നമ്മളിവിടെ എന്ത് എഴുതി? 3 ഇ റൈസ് ടു ഐ π/2 എന്ന് എഴുതി. ഇതൊരു എക്സ്പൊണൻഷ്യൽ ഫോമല്ലേ, നമ്മൾ പോളാർ ഫോം പഠിച്ചിട്ടുണ്ട്, അത് തന്നെ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സൈൻ ഫങ്ഷനും കോസ് ഫങ്ഷനും എന്താണ്? പീരിയോഡിക്കാണ്. പീരിയോഡിക്കാണ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറയുന്നതും സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അതുപോലെ തന്നെ ദിസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ കൂടെ തീറ്റയുടെ കൂടെ 2πക്ക് വരെ 4π ആഡ് ചെയ്താൽ എന്താണ്? സെയിം ആണ്. കാരണം എന്താ? ഒരു 2π റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഈ 2π വീതം ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ ആംഗിൾ തന്നെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പഴയ പൊസിഷനിൽ തന്നെ നമ്മൾ വരുത്തുള്ളൂ. അപ്പം ഈ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും പീരിയോഡിക് ഫംഗ്ഷനാണ്. അതിൻ്റെ പീരീഡ് എത്രയാണ്? 2π. ശരിയല്ലേ? 2π പീരിയോഡിക്കാ. 2π പീരിയോഡിക്കാണ്. ആരൊക്കെ? നമ്മുടെ സൈൻ എന്ന് പറയുന്ന ആളും കോസ് എന്ന് പറയുന്ന ആളും. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും പീരിയോഡിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇ റൈസ് ടു ഇസഡ് പ്ലസ് 2πi എന്ന് പറയുന്നതും ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആണ്. കാരണം എന്താ? ഇ റൈസ് ടു ഇസഡ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി നമ്മളിപ്പം കണ്ടേ ഇ റൈസ് ടു ഇസഡ് വരുന്നത് കോസിലും സൈനിലും ആയിട്ടാണല്ലോ നമ്മളിപ്പോൾ എഴുതുന്നത്. നമ്മളിപ്പോൾ കണ്ടാണ് ഇ റൈസ് ടു ഇസഡിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് കോസും കണ്ട. ഇ റൈസ് ടു ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിലും സൈനിലുമാണ് അതിൻ്റെ ടേം വരാൻ പോകുന്നത്. അപ്പം അതിൽ തന്നെ സൈനും കോസും എന്താണ്? പീരിയോഡിക്കാണ്. അപ്പം പിന്നെ നമ്മുടെ ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്തായി പോവും? ഒരു പീരിയോഡിക് ഫംഗ്ഷനായി തീരും. മനസ്സിലായേ? ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇസഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു ഇസഡ് അല്ല, ഇത് പ്യൂർലി കോംപ്ലക്സ് പ്യൂർ ഇമാജിനറി പീരീഡ് 2πi. ഇതിൻ്റെ പീരീഡ് എത്രയാണ്? 2πi. മനസ്സിലായോ? ഓക്കെ, ഇ റൈസ് ടു ഇതൊന്ന് ഓർത്തിരിക്കാം. കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക്കാണ്. ഇ റൈസ് ടു ഇസഡ് പ്ലസ് 2πi ഈക്വൽ ടു എന്താണ്? ഇ റൈസ് ടു ഇസഡ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് എത്രയാണ്? 2πi ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എത്രയാണ്? 2πi ആയിട്ട് നമുക്ക് വരും. ഓക്കെ, കാരണം ആണെങ്കിൽ നിന്ന് ഇ റൈസ് ടു ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് സൈൻ വൈ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസഡ് പ്ലസ് 2πi എന്ന് എഴുതുമ്പോൾ ഇസഡിൻ്റെ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടല്ലോ, അപ്പം എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. ഇതിന് നമുക്കപ്പോൾ അങ്ങനെ എന്ത് എഴുതാം? ഐ വെളിയിലെടുത്തിട്ട് ഇതിനെ ഏതല്ലോ എക്സ് ഇൻറ്റു, ഓക്കെ സംശയമില്ലല്ലോ. എങ്കിൽ അഗെയിൻ ഇ റൈസ് ടു ഇസഡ് പ്ലസ് 2πi കണ്ടുപിടിച്ചാൽ നമ്മുടെ ഡെഫിനിഷൻ പകരം നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് 2πi പ്ലസ് ഐ ഇങ്ങനെ എഴുതും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു കോസും സൈനും പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് 2π. ഇതിന് പകരം നമ്മൾ അങ്ങനെ എന്ത് എഴുതും? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇതെന്താണ് ആക്ച്വലി? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ അല്ലെങ്കിൽ ഇ റൈസ് ടു ഇസഡ്. കണ്ടോ? അപ്പോൾ ഇ റൈസ് ടു ഇസഡ് പ്ലസ് 2πi എന്ന് പറയുന്നതും ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് എത്ര? 2πi. ഓക്കെ.